പ്രിയ വിദ്യാർത്ഥികളെ, +2 കമ്പ്യൂട്ടർ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ സെക്ഷനിൽ ഞാൻ സ്ട്രക്ചറുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആദ്യമായി നമുക്ക് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സ്ട്രക്ചർ is a user-defined data type of C++ to represent a collection of logically related data which may be of different types under a common name. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്ട്രക്ചറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്. ഒന്നാമതായിട്ട് സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണെന്നും, രണ്ടാമതായിട്ട് സ്ട്രക്ചർ ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ. പലതരത്തിലുള്ള ഡാറ്റകളുടെ കളക്ഷനെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ആണ് സ്ട്രക്ചർ എന്നാണ് ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു യൂസർ തന്നെ അവൻ്റെ ആവശ്യത്തിന് വേണ്ടി, യൂസർ മീൻസ് ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന ആൾക്കാർ, അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ്. അതിനൊരു ഉദാഹരണമാണ് സ്ട്രക്ചർ. കൂടാതെ പലതരത്തിലുള്ള ഡേറ്റകളെ ഒരുമിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ, ഒരു കോമൺ നെയിമിൽ ഒറ്റ പേരിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്ട്രക്ചർ എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. അപ്പോൾ യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ +1 ക്ലാസ്സിൽ നമ്മൾ പഠിച്ച 3 തരത്തിലുള്ള ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് ഓർക്കുന്നത് നന്നായിരിക്കും. ഒന്നാമതായിട്ട് സ്റ്റാൻഡേർഡ് അഥവാ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ്, രണ്ടാമതായിട്ട് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്, മൂന്നാമതായിട്ട് വരുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. സ്റ്റാൻഡേർഡ് അഥവാ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സിൽ ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, ഡബിൾ പ്രിസിഷൻ ആൻഡ് വോയിഡ് എന്ന 5 ഡാറ്റ ടൈപ്പുകൾ ഉൾപ്പെടുന്നു. ഈ സ്റ്റാൻഡേർഡ് ഡാറ്റ ടൈപ്പിൽ നമുക്ക് ഒരു ഡാറ്റ മാത്രമേ ഒരു സമയത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള ലൊക്കേഷനകത്ത്, ഒരു ഇൻറ്റിജർ ലൊക്കേഷനകത്ത് ഒരു ഇൻറ്റിജർ വാല്യൂ ഒരു സമയത്ത് സ്റ്റോർ ചെയ്യാം. ഇനി ഒരു കൂട്ടം വാല്യൂകളെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ പുതിയ മാർഗ്ഗം അന്വേഷിക്കേണ്ടി വന്നു. അപ്പോഴാണ് നമുക്ക് അറേ എന്ന് പറയുന്ന ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിലേക്ക് നമ്മൾ കടന്നു വന്നത്. അറേ എന്ന് പറയുന്നത് ഒന്നിലധികം ഒരേ തരത്തിലുള്ള ഡാറ്റകളെ, ഹോമോജീനിയസ് ഡാറ്റ ടൈപ്പ് ഡാറ്റകളെ സൂക്ഷിക്കുന്ന, സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. മൂന്നാമതായിട്ട് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു യൂസർ അവൻ്റെ ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ്. അതിന് എക്സാമ്പിളാണ് സ്ട്രക്ചറും എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്സും. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. കൂടാതെ അതിൽ പലതരത്തിലുള്ള, അറേയിൽ അങ്ങനെ പറ്റില്ല, ഒരു തരത്തിലുള്ള ഡാറ്റ മാത്രമേ നമുക്ക്, ഒരു കൂട്ടം ഡാറ്റകൾ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഇവിടെ ഒരു കൂട്ടം ഡാറ്റകളാണ്, അത് പലതരത്തിലുള്ള ഡാറ്റകളും ആകാം. അങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി സ്ട്രക്ചറിൻ്റെ സിൻറ്റാക്സ് എന്താണെന്ന് നോക്കാം. സ്ട്രക്റ്റ് എന്നൊരു കീവേഡാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. കീവേഡ്സ് എല്ലാം സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ സ്ട്രക്റ്റ്, ദെൻ ഒരു സ്പേസ് ഇടുക, അതിനുശേഷം സ്ട്രക്ചറിൻ്റെ ടാഗ് നെയിം അഥവാ സ്ട്രക്ചറിൻ്റെ പേര് കൊടുക്കുക, പിന്നെ ഒരു കേളി ബ്രാക്കറ്റാണ്, ഓപ്പണിംഗ് ബ്രാക്കറ്റ്. അതിനുശേഷം സ്ട്രക്ചറിനുള്ളിൽ വരുന്ന വേരിയബിൾസൊക്കെ അല്ലെങ്കിൽ മെമ്പേഴ്സൊക്കെ അല്ലെങ്കിൽ ഡേറ്റാസൊക്കെ ഒന്നിന് പുറകെ ഒന്നായിട്ട് എഴുതുക, സെമികോളൻ കൊടുക്കുക. ആദ്യം എൻ്റെ ഡാറ്റ ടൈപ്പ് എഴുതും, പിന്നെ വേരിയബിളിൻ്റെ പേരെഴുതും. വൺ ആഫ്റ്റർ അനദർ എന്ന രീതിയിൽ എഴുതിയിട്ട് നമ്മൾ ഓരോന്നിനും സെപ്പറേഷനായിട്ട് സെമികോളൻ കൊടുക്കും. ദെൻ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും, എന്നിട്ട് വീണ്ടും ഒരു സെമികോളൻ കൊടുക്കും. ഈ രീതിയിലാണ് സ്ട്രക്ചറിൻ്റെ സിൻറ്റാക്സ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സ്ട്രക്റ്റ് എന്ന കീവേഡ് നമ്മൾ എഴുതുന്നു, അതിനുശേഷം ഒരു സ്പേസ് കൊടുക്കുന്നു, സ്റ്റുഡൻറ്റ്, അത് സ്ട്രക്ചറിൻ്റെ ടാഗ് നെയിമാണ് അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ പേരാണ്. ദെൻ അതിനുള്ളിൽ ഈ സ്ട്രക്ചറിൽ 4 മെമ്പേഴ്സാണ്, 4 ഡാറ്റ മെമ്പേഴ്സാണുള്ളത്. ഒന്നാമത്തത് അഡ്മിഷൻ നമ്പറിനെ സൂചിപ്പിക്കുന്ന ഒരു വേരിയബിൾ,
രണ്ടാമത് നെയിമിനെ സൂചിപ്പിക്കുന്ന ഒരു വേരിയബിൾ, മൂന്നാമത്തത് സ്ട്രീം അഥവാ ക്ലാസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു വേരിയബിൾ, നാലാമത് ഫീ ആണ്. ഒന്നാമത്തത് ഇൻറ്റിജർ ADM_NO എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അഡ്മിഷൻ നമ്പർ ഒരു ഇൻറ്റിജറാണ്. അതിനുശേഷം ഒരു അറേയാണ്, ക്യാരക്ടർ അറേയാണ്. പേരെഴുതാനായിട്ട് 20 ക്യാരക്ടർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നെയിം എന്ന് പറഞ്ഞൊരു അറേയാണത്. അതിനുശേഷം സ്ട്രീം എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറേ തന്നെ. അതിനകത്ത് മാക്സിമം നമുക്ക് 20 ക്യാരക്ടർ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഫീ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിളാണ്. ഈ 4 തരത്തിലുള്ള ഇതിനകത്ത് ഇൻറ്റിജറുണ്ട്, ക്യാരക്ടറുണ്ട്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റകൾ ചേർത്ത് നമ്മൾ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്, ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് അടുത്തതായിട്ട് നമുക്ക് സ്ട്രക്ചർ വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്. ആദ്യം സ്ട്രക്ചർ എന്ന കീവേഡ് ഉപയോഗിക്കുന്നു, അതിനുശേഷം ഒരു സ്പേസ് ഇടുന്നു, പിന്നെ സ്ട്രക്ചറിൻ്റെ ടാഗ് നെയിം അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ നെയിം ഉപയോഗിക്കാം. വീണ്ടും സ്പേസ് കൊടുത്തു, ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസൊക്കെ നമ്മൾക്ക് എത്ര സ്ട്രക്ചർ വേരിയബിൾ വേണോ അതെല്ലാം കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഒടുവിലൊരു സെമിക്കോളൻ ഇടാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. 2 സിൻറ്റാക്സ് ഉപയോഗിച്ചിട്ടുണ്ട്, സ്ട്രക്ചർ എന്ന കീവേഡ് ഉപയോഗിച്ചും അതില്ലാതെ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കാണാനുള്ളത് ഈ സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതാണ് സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എസ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഒരു സെമിക്കോളൻ ഉണ്ട്. അപ്പോൾ എസ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ്. സോ വാട്ട് ഈസ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും എസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്, അതൊരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൻ്റെ വേരിയബിളാണ്. അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് സ്ട്രക്ചർ വേരിയബിളുകളെ എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ സിൻറ്റാക്സിലേക്ക് കടക്കാം. സ്ട്രക്ചർ ടാഗ്, ദെൻ പുട്ട് എ സ്പേസ്, വേരിയബിൾ ഈക്വൽ സിമ്പിൾ എഴുതുക, ഓപ്പണിംഗ് ബ്രാക്കറ്റിൽ വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എക്സെട്ര അപ് ടു വാല്യൂ n വാല്യൂസ് നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് എഴുതുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമിക്കോളൻ ഇടുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ജനറൽ സിൻറ്റാക്സ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ കാണാം. സ്റ്റുഡൻ്റ് എന്ന സ്ട്രക്ചറാണ് നമ്മളിവിടെ എഴുതിയത്, എസ് എന്ന വേരിയബിളും. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് ഒരു സ്പേസ് കൊടുക്കുക, എസ് ഈക്വൽ ടു ഓപ്പണിംഗ് ബ്രാക്കറ്റിൽ 1001, ലത്തിക, സയൻസ്, 480 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ കൊടുത്തു. നമുക്കറിയാം എസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ വേരിയബിളിൽ സ്റ്റുഡൻറ്റിൻ്റെ ടൈപ്പാണെന്നും അതിൽ 4 വാല്യൂസാണുള്ളതെന്നും, ഒന്നാമത്തത് അഡ്മിഷൻ നമ്പരും, സെക്കൻഡ് വൺ നെയിം, തേർഡ് വൺ സ്ട്രീം, ഫോർത്ത് വൺ ഫീ. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ വാല്യൂ കൊടുക്കുമ്പോഴും ഈ ഓർഡറിൽ വേണം കൊടുക്കാൻ. അഡ്മിഷൻ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഇൻറ്റിജർ വാല്യൂ കൊടുത്തു, രണ്ടാമത് നെയിം ഒരു ക്യാരക്ടർ അറേയാണ്, അതുകൊണ്ട് ഞാൻ ലതിക എന്ന് കൊടുത്തു. മൂന്നാമത് സ്ട്രീമും ഒരു ക്യാരക്ടർ അറേയാണ്, അതുകൊണ്ട് ഞാൻ സയൻസ് എന്ന് കൊടുത്തു. നാലാമത് ഫീ 480 എന്ന് കൊടുത്തു. അത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ആയതുകൊണ്ട് 480.00 എന്ന് കൊടുത്തു. അപ്പോൾ ആ ഡെഫിനിഷനിലുള്ള ടൈപ്പ് അനുസരിച്ച് അതേ ഓർഡറിൽ തന്നെയാണ് ഇനിഷ്യൽ വാല്യൂസും ഞാൻ കൊടുത്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഒരു സ്ട്രക്ചർ വേരിയബിളിന് ഇനിഷ്യൽ വാല്യൂ കൊടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിൽ നിന്ന് ഒരു ഡേറ്റ മെമ്പറിനെ ആക്സസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻറ്റാക്സ് പ്രകാരമാണ് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം ദെൻ പുട്ട് എ സെമിക്കോളൻ. അപ്പോൾ ഡോട്ട് ഓപ്പറേറ്റർ വഴിയാണ് നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ഉപയോഗിച്ച് സ്ട്രക്ചർ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുന്നത്. ഡോട്ട് അഥവാ പീരീഡ് എന്ന് പറയും ആ ഓപ്പറേറ്ററിന്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കാണാം, എസ് ഡോട്ട് അഡ്മിഷൻ നമ്പർ, എസ് ഡോട്ട് നെയിം, എസ് ഡോട്ട്
സ്ട്രീം എസ് ഡോട്ട് ഫീ. ഇങ്ങനെ ആ സ്ട്രക്ചറിനുള്ളിലുള്ള എല്ലാ മെമ്പറുകളെയും വേരിയബിൾ എഴുതിയിട്ട് ഡോട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് നമുക്ക് എഴുതി ചേർക്കാം, നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. മനസ്സിലായല്ലോ? അങ്ങനെ ഇതാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു പീരീഡ്, ആ ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രക്ചറിലെ മെമ്പേഴ്സിനെ നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ഉപയോഗിച്ച് ആക്സസ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിൻ്റെ സൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു സ്ട്രക്ചറിന് എത്ര മെമ്മറി സ്പേസ് വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എടുത്ത സ്ട്രക്ചർ, നമ്മളിവിടെ പ്രതിപാദിച്ച സ്ട്രക്ചർ സ്റ്റുഡൻ്റ് എന്നുള്ളതാണ്. അതിൻ്റെ വേരിയബിൾ എസ് ആണ്. അതിനുള്ളിൽ 4 മെമ്പേഴ്സാണുള്ളത്. അഡ്മിഷൻ നമ്പർ ഇൻറ്റിജറാണ്, നെയിം ക്യാരക്ടറാണ്, സ്ട്രീം ക്യാരക്ടറാണ്, ഫീ ഫ്ലോട്ടിംഗ് പോയിൻ്റാണ്. നമുക്കറിയാം അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞ ഇൻറ്റിജറിന് 4 ബൈറ്റ്സും നെയിമും സ്ട്രീമും ക്യാരക്ടർ എറേ ആയതുകൊണ്ട് അതിൽ 20 ക്യാരക്ടർ വീതം ഉൾക്കൊള്ളാൻ പറ്റുന്നതുകൊണ്ടും 20 ബൈറ്റ്സ് വീതവും, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഫീ എന്ന വേരിയബിൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് 4 ബൈറ്റ്സും ആവശ്യമാണ്. സോ ടോട്ടൽ സ്പേസ് എന്ന് പറയുന്നത് അഡ്മിഷൻ നമ്പറിൻ്റെ 4 പ്ലസ് നെയിമിൻ്റെ 20 പ്ലസ് സ്ട്രീമിൻ്റെ 20 പ്ലസ് ഫീയുടെ 4. അങ്ങനെ 4 പ്ലസ് 20 പ്ലസ് 20 പ്ലസ് 4 ഈക്വൽ ടു 48 ബൈറ്റ്സ്. ഓക്കെ, ഇങ്ങനെ ഇൻഡിവിജ്വൽ എലമെൻസിൻ്റെ സൈസ് അറിയാമെങ്കിൽ ടോട്ടൽ സ്ട്രക്ചറിൻ്റെ സൈസ് നമുക്ക് കണ്ടുപിടിക്കാം. So, size of the structure depends on the definition of the structure as it is a user defined data type. നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. Size of the structure depends on the definition of the structure or the size of the members of the structure. അതിൻ്റെ എല്ലാം കൂടെ സമ്മാണ്, because it is a user defined data type. ഇനി നെക്സ്റ്റ് ടോപ്പിക് നെസ്റ്റഡ് സ്ട്രക്ചർ എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് സ്ട്രക്ചറുകളെ സംബന്ധിച്ച്. നെസ്റ്റഡ് സ്ട്രക്ചർ. ആൻ എലമെൻറ്റ് ഓഫ് എ സ്ട്രക്ചർ മേ ബി ഇറ്റ് സെൽഫ് അനദർ സ്ട്രക്ചർ. സച്ച് എ സ്ട്രക്ചർ ഈസ് നോൺ ആസ് എ നെസ്റ്റഡ് സ്ട്രക്ചർ. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, ശ്രദ്ധിക്കുക. ആൻ എലമെൻറ്റ് ഓഫ് എ സ്ട്രക്ചർ മേ ഇറ്റ് സെൽഫ് ബി അനദർ സ്ട്രക്ചർ. സച്ച് എ സ്ട്രക്ചർ ഈസ് നോൺ ആസ് നെസ്റ്റഡ് സ്ട്രക്ചർ. നമുക്കറിയാം സ്ട്രക്ചറിൽ ഒന്നിലധികം മെമ്പേഴ്സ് വരും, പലതരത്തിലുള്ള ഡേറ്റകൾ വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡേറ്റ വീണ്ടും ഒരു സ്ട്രക്ചറായിട്ട് വന്നാൽ അതിനെ നമ്മൾ എന്ത് പറയും? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, എ സ്ട്രക്ചർ കണ്ടെയ്ൻസ് അനദർ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ മറ്റൊരു സ്ട്രക്ചറിനെ കണ്ടെയ്ൻ ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലെ ഒരു മെമ്പർ മറ്റൊരു സ്ട്രക്ചറായിട്ട് വന്നാൽ നമ്മൾക്ക് അതിനെ, ആ സ്ട്രക്ചറിനെ നമുക്ക് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ എല്ലാവർക്കും? എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് പലപ്പോഴും ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു എക്സാമ്പിൾ നോക്കാം. സ്ട്രക്റ്റ് ഡേറ്റ്. ഡേറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ എഴുതുകയാണ് ഞാൻ. അതിനകത്ത് 3 മെമ്പേഴ്സാണുള്ളത്. എല്ലാം ഷോർട്ട് ഇൻറ്റിജറാണ്. ഡേ, മന്ത്, ഇയർ. അങ്ങനെ ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഞാൻ ഡിഫൈൻ ചെയ്തു, ക്ലോസ് ചെയ്തു, സെമിക്കോളനൊക്കെ ഇട്ടു. വീണ്ടും ഞാൻ വേറൊരു സ്ട്രക്ചർ എഴുതുകയാണ്, സ്റ്റുഡൻറ്റ്. വീണ്ടും ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്, ഓപ്പണിംഗ് ബ്രാക്കറ്റിൽ, അതിനുശേഷം ഇൻറ്റിജർ അഡ്മിഷൻ നമ്പർ, ക്യാരക്ടർ നെയിം 20, ഡേറ്റ് DT_ADM, ദെൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഫീ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതിൽ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞാൽ ഡേറ്റ് DT_ADM എന്ന്. അപ്പോൾ ഈ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിനകത്ത് നമ്മൾക്ക് 4 മെമ്പേഴ്സാണുള്ളത്. ഒന്ന് അഡ്മിഷൻ നമ്പർ, ഒന്ന് സെക്കൻഡ് വൺ നെയിം, തേർഡ് വൺ നമ്മൾ നോക്കുമ്പം DT_ADM എന്ന് പറഞ്ഞ ആ ഡേറ്റ സാധാരണ ഓർഡിനറി ഡേറ്റ ടൈപ്പ് അല്ല. അതിൻ്റെ ഡേറ്റ ടൈപ്പ് സൂചിപ്പിച്ചിരിക്കുന്നത് ഡേറ്റ് എന്നാണ്. സോ വാട്ട് ഈസ് ഡേറ്റ്? വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ സ്ട്രക്ചർ. നമ്മളതവിടെ എഴുതിയിട്ടുണ്ട്. ആ സ്ട്രക്ചർ, ഡേറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത ശേഷമാണ് നമ്മൾ താഴോട്ട് സ്റ്റുഡൻ്റ് എഴുതിയത്.
അപ്പം നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും ഈ DT_ADM എന്ന് പറയുന്നത് ഒരു സാധാരണ ഇൻറ്റിജർ വേരിയബിളോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിളോ ക്യാരക്ടർ വേരിയബിളോ ഡബിൾ പ്രിസിഷൻ വേരിയബിളോ ഒന്നുമല്ല. അത് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു യൂസർ ഡിഫൈൻ ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ നമ്മളിത് ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുമുണ്ട്. എന്താണ് ഡേറ്റ്? സ്ട്രക്ചറാണ്. അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ വീണ്ടും ഒരു സ്ട്രക്ചർ ഡേറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ കയറി വന്നു. സോ സ്റ്റുഡൻ്റ് എന്തായിട്ട് മാറി? സ്റ്റുഡൻ്റ് നെസ്റ്റഡ് സ്ട്രക്ചറായിട്ട് മാറി. ക്ലിയർ ആയല്ലോ? അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിൻ്റെ വേരിയബിൾ വന്നു അവിടെ, ഡേറ്റ് DT_ADM. അപ്പം സ്റ്റുഡൻ്റ് എന്ന സ്ട്രക്ചറിൽ വീണ്ടും ഒരു സ്ട്രക്ചർ മെമ്പറായിട്ട് വന്നു. സോ നമ്മൾ സ്റ്റുഡൻറ്റിനെ പറയും നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയും. ഇനി നമുക്ക് ഇതിനുള്ളിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ വഴി നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റിന് ഒരു വേരിയബിൾ കൊടുക്കുകയാണ് എസ്. അങ്ങനെയാണെങ്കിൽ S.ADM എന്ന് എഴുതിയാൽ അഡ്മിഷൻ നമ്പർ കിട്ടും. S.name എന്ന് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? നെയിം പാർട്ട് കിട്ടും. ഇനി അടുത്തത് വീണ്ടും ഒരു സ്ട്രക്ചറാണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? S.DT_ADM.day. മനസ്സിലായോ? S.DT_ADM.day. സെയിം വേ S.DT_ADM.month. S.DT_ADM.year. അങ്ങനെ 2 ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചാലേ നമുക്ക് ഡേയും മന്തും ഇയറും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റൂ. മനസ്സിലായത്? നെസ്റ്റഡ് സ്ട്രക്ചർ ആയതുകൊണ്ടാണ്. ഇനി 4ാമത്തെ മെമ്പർ നമുക്ക് സിംപ്ലി എഴുതാം S.fee. അതൊരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിളാണ്. ഇങ്ങനെ നമുക്ക് ഡോട്ട് ഓപ്പറേറ്ററുകൾ വഴി നെസ്റ്റഡ് സ്ട്രക്ചറും നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ ഡെഫിനിഷനും എക്സാമ്പിളും. ഈ 2 കാര്യമേ ഈ ഒരു പോയിൻറ്റിനെ പറ്റിയുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എങ്ങനെയാണ് സ്ട്രക്ചറുകളിൽ ഉപയോഗിക്കുന്നതെന്നൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ വഴി നമുക്കത് പറയാം. ഇവിടെ 2 സ്ട്രക്ചറുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്ട്രക്റ്റ് test1, അതിനുള്ളിൽ ഒരു ഇൻറ്റിജർ വാല്യൂ A ഉണ്ട്, ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ B ഉണ്ട്. ആ 2 ചെറിയ വാല്യൂകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ട്രക്ചറാണ് test1. അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ T1 എന്ന് പറഞ്ഞതാണ് അതിൻ്റെ വേരിയബിൾ. അതിന് ഇനിഷ്യൽ വാല്യൂ കൊടുത്തിരിക്കുന്നു 3,2.5. മനസ്സിലായല്ലോ? T1 എന്ന് പറയുന്നത് test1ൻ്റെ ടൈപ്പിലുള്ള ഒരു സ്ട്രക്ചർ വേരിയബിളാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ഇനിഷ്യൽ വാല്യൂ 2.5 ആണ്. അതായത് T1.A എന്ന് പറഞ്ഞാൽ 3ഉം T1.B എന്ന് പറഞ്ഞാൽ 2.5. എല്ലാം ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ വീണ്ടും ഒരു സ്ട്രക്ചർ എഴുതുകയാണ്. സ്ട്രക്ചർ test2. അതിലും 2 വാല്യൂസ് ഉണ്ട്. ഒന്ന് ഇൻറ്റിജർ എയും ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ബിയും. ക്ലോസ് ചെയ്തു. അതിന് ഞാനൊരു പേര് കൊടുത്തു T2 എന്ന്. ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കുന്നു 2ലെയും ഡേറ്റ മെമ്പേഴ്സൊക്കെ. പക്ഷെ ഒന്നാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് test1 എന്ന് പറഞ്ഞ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനാണ്. രണ്ടാമത്തെ test2ൻ്റെതുമാണ്. T1 എന്ന് പറയുന്നത് test1ൻ്റെ വേരിയബിളാണ്. T2 എന്ന് പറയുന്നത് test2ൻ്റെ വേരിയബിളുമാണ്. ഇനി ഞാൻ T2 = T1 എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ അത് ഇൻവാലിഡാണ്, അത് തെറ്റാണ്. നമുക്കറിയാം അതൊരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. T2 എന്ന് പറഞ്ഞ സ്ട്രക്ചർ വേരിയബിളിലേക്ക് T1 എന്ന് പറഞ്ഞ സ്ട്രക്ചർ വേരിയബിൾ അസൈൻ ചെയ്യുകയാണ്. അപ്പോൾ അത് ഇൻവാലിഡാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബിക്കോസ് T1 ആൻഡ് T2 ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്. T1 എന്ന് പറയുന്നത് test1ൻ്റെ വേരിയബിളും T2 എന്ന് പറയുന്നത് test2 എന്ന സ്ട്രക്ചറിൻ്റെ വേരിയബിളുമാണ്. രണ്ടും അതിനകത്തുള്ളിലെ മെമ്പേഴ്സൊക്കെ കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും രണ്ടും 2 ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറുകളെ നമുക്ക് വേരിയബിൾസിനെ നമുക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വഴി നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. അത് ഓർത്തിരിക്കുക. ഒരേ സ്ട്രക്ചറിൻ്റെ ആണെങ്കിൽ ഓക്കെ നമുക്ക് ചെയ്യാം, ഒന്നിലധികം വേരിയബിൾസിന്. പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള 2 ഡിഫറെൻറ്റ് സ്ട്രക്ചർ വേരിയബിൾസിനെ ഇങ്ങനെ അസൈൻമെൻറ്റ് വഴി കൊടുത്താൽ അത് തെറ്റാണ്.
അത് എറർ കാണിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ T2 = T1 എന്ന് എഴുതിയാൽ ഇൻവാലിഡാണ്. എക്സാമിനേഷനൊക്കെ ചോദിക്കുന്നുള്ളതാണ്. T2 = T1 ഈസ് ഇൻവാലിഡ് ബിക്കോസ് എന്താണ് എൻ്റെ റീസൺ? T2 എന്ന് പറയുന്നത് ടെസ്റ്റ് 2ൻ്റെ വേരിയബിളും T1 എന്ന് പറയുന്നത് ടെസ്റ്റ് 1ൻ്റെ വേരിയബിളും. സോ അത് ഇൻവാലിഡാണ്. ഇനി നമ്മൾ ഇങ്ങനെ എഴുതിയാൽ തെറ്റൊന്നുമില്ല. T2.A = T1.A അല്ലെങ്കിൽ T2.B = T1.B എന്നെഴുതിയാൽ എററൊന്നും വരില്ല. കാരണം T2.A എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. T1.A എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. സാധാരണ പോലെ അസൈൻമെൻറ്റാണ്. അതേപോലെ തന്നെയാണ് T2.B = T1.B എന്ന് എഴുതിയാലും. അവിടെ ഒരു ഇൻറ്റിജർ വാല്യൂയിലേക്ക് മറ്റൊരു ഇൻറ്റിജർ വാല്യൂ അസൈൻ ചെയ്യുന്നു. ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിളിലേക്ക് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ അസൈൻ ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റേ ഉള്ളൂ. അവിടെ അതുകൊണ്ട് എറേഴ്സ് ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് അറേസും സ്ട്രക്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. കമ്പയർ അറേ ആൻഡ് സ്ട്രക്ചർ പലപ്പോഴും എക്സാമിനേഷന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ 5 പോയിൻറ്റ്സാണ് പ്രധാനമായിട്ടും നമ്മൾ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഒന്നാമത്തത്, അറേ ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, whereas structure is a user defined data type. മനസ്സിലായ? അറേ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിളാണ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. സെക്കൻഡ് പോയിൻറ്റ്, അറേ ഈസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ, whereas structure is a collection of different types of data. ഓക്കെ, അതായത് അറേ എന്ന് പറയുന്നത് ഹൊമോജീനിയസ് ടൈപ്പ് ഓഫ് ഡേറ്റയുടെ കളക്ഷനാണ്, ഒരേ തരത്തിലുള്ള ഡേറ്റകളുടെ കളക്ഷനാണ്. എന്നാൽ സ്ട്രക്ചർ എന്ന് പറയുന്നതോ അത് പലതരത്തിലുള്ള ഡേറ്റകളുടെ കളക്ഷനാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റയാണ് അതിനുള്ളിലുള്ളത്. അതാണ് മെയിനായിട്ടുള്ള രണ്ടാമത്തെ ഡിഫറൻസ്. മനസ്സിലായി? ഈ 2 പോയിൻ്റ് മനസ്സിലായല്ലോ. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത്, എലമെൻറ്റ്സ് ഓഫ് ആൻ അറേ ക്യാൻ ബി റെഫറൻസ്ഡ് by using subscripts or index, whereas elements of structures can be referenced by using the operator called dot operator. Okay, അതൊരു മെയിൻ ഡിഫറൻസ് ആണ്. Elements of an array can be referenced, can be accessed by using subscript or index. നമുക്കറിയാം C++ൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ആണ്. 0, 1, 2, 3 എക്സെട്ര n-1 എന്ന് നമ്മൾ പറയും n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ അറേ നെയിമും സബ്സ്ക്രിപ്റ്റും കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അറേയിലെ ഓരോ എലമെൻറ്റ്സിനെയും നമ്മൾ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ സ്ട്രക്ചർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻഡെക്സൊക്കെ മാറി നമുക്ക് എന്ത് വേണം? നമുക്ക് ഡോട്ട് ഓപ്പറേറ്റർ വഴിയാണ് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് സ്ട്രക്ചർ മെമ്പേഴ്സ് എന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഡോട്ട് ഓപ്പറേറ്ററാണ് അവിടെ എന്ത് ഉപയോഗിക്കുന്നത്? സ്ട്രക്ചർ മെമ്പറുകളെ റെഫർ ചെയ്യാൻ. അതാണ് മൂന്നാമത്തെ മെയിനായിട്ടുള്ള ഡിഫറൻസ്. മനസ്സിലായല്ലോ? 3 ഞാൻ ഇപ്പോൾ പറഞ്ഞു. 3 മനസ്സിലായല്ലോ. ഇനി നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, when an element of an array becomes another array, it forms a multi-dimensional array. When an element of an array becomes another array, it forms a multi-dimensional array. ഒരു അറേയിലെ ഒരു എലമെൻറ്റ് വീണ്ടും ഒരു അറേ ആയിട്ട് വരുമ്പം നമ്മളതിനെ എന്ത് പറയും? മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് 2 ഡയമെൻഷണൽ അറേ എന്നൊക്കെ പറയും. അങ്ങനെ നമുക്ക് ഒരു അറേയിൽ ഒരു എലമെൻറ്റ് വീണ്ടും ഒരു അറേ ആയിട്ട് വരാം എന്ന് നമ്മൾ പഠിച്ചു. Same way, when an element of a structure becomes another structure, nested structure is formed. When an element of a structure becomes another structure, we call it as nested structure. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു എലമെൻറ്റ് സ്ട്രക്ചറായിട്ട് തന്നെ വന്നാൽ നമ്മൾ അതിനെ എന്ത് പറയും? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയും. അതാണ് നാലാമത്തെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ലാസ്റ്റ് പോയിൻ്റ് എന്താണ്?
arrays of structures is possible. Arrays of structures are possible. സ്ട്രക്ചറുകളുടെ അറേ, സ്ട്രക്ചറുകൾ തന്നെ ഒരു കൂട്ടമാണ്, അതിൻ്റെ ഒരു കൂട്ടം. സ്ട്രക്ചറുകളുടെ അറേ, സ്ട്രക്ചറുകളുടെ കൂട്ടം, അത് പോസിബിളാണ്, നമുക്ക് എഴുതാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അറേസ് ആസ് എലമെൻറ്റ്. സ്ട്രക്ചറിനുള്ളിൽ അറേ എലമെൻ്റ് ആയിട്ട് വരാം. അപ്പം സ്ട്രക്ചറുകളുടെ അറേയും വരാം, സ്ട്രക്ചറിനുള്ളിൽ അറേയും വരാം. അതാണ് ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്. ഇങ്ങനെ 5 പോയിൻ്റാണ്. അറേസ് ഓഫ് സ്ട്രക്ചേഴ്സ് ഈസ് പോസിബിൾ. എ സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ ആൻ അറേ ആസ് എ മെമ്പർ. അപ്പോൾ അതാണ് ലാസ്റ്റ് പോയിൻ്റ്. ഇങ്ങനെ 5 പോയിൻ്റുകൾ നമുക്ക് അറേയും സ്ട്രക്ചറും കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതാണ്, നമുക്ക് ഓർക്കാവുന്നതാണ്. മനസ്സിലായി? അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് സ്ട്രക്ചർ, രണ്ടാമത്തെ പാർട്ട് പോയിൻ്ററാണ്. അപ്പോൾ ആ സ്ട്രക്ചർ ഏകദേശം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് കാണുക, റിപ്പീറ്റഡായിട്ട് കാണുക, പഠിക്കുക, സംശയങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.